ചിലപ്പോൾ നിങ്ങൾ മറന്നു കാണും, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. ഞങ്ങൾ ഹൈസ്കൂൾ ഗേൾസ് ആണ്, സ്പൈസും തന്നെയാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ജെറി ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ സാധാരണ കുട്ടികളല്ല, നിങ്ങൾ സൂപ്പർ പവർ ഉള്ള സ്പൈസ് ആണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം ഞങ്ങളെ ഒരു വ്യത്യസ്തമായ ട്രെയിനിങ്ങിനും അയച്ചു. അതെന്തായാലും കളിക്കല്ലേ. നിങ്ങൾക്കറിയോ, ഇവിടെ ഞങ്ങളൊരു ചെറുക്കനെ കണ്ടു. അവന്റെ പേരാണ് ഡീൻ. മാത്രമല്ല നല്ല വ്യത്യസ്ത പരിശീലകരെയും ഞങ്ങൾ കണ്ടു. മാത്രമല്ല ഇവിടെ എല്ലാം ഞങ്ങൾക്ക് വളരെ വളരെ കഷ്ടമായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ ടെർക്യൂസ് ശരിക്കും ഒരു ദുഷ്ടനാണ്. നമ്മുടെ ഡീനിനെ ഒരു കൂട്ടിന്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ് അവൻ ഡീനിനെ പുറത്തുവിടണമെങ്കിൽ ഞങ്ങൾ ജെറിനെ കൊല്ലണമെന്ന്, കൊന്നിട്ട് ജെറിന്റെ അകത്തുള്ള ഏതോ ഒരു മൈക്രോ ചിപ്സിനെ കൊണ്ടുവന്ന് അവന്റെ കൊടുക്കണമെന്ന്. എല്ലാവരും പാരഷൂട്ട് വഴി ചാടാൻ തയ്യാറായിക്കോളൂ. ഞാൻ ഓട്ടോ പൈലറ്റ് ഇടാൻ പോവുകയാണ്. ഓക്കെ, 3 എണ്ണിയതും ചാടാം. നിക്ക് മുകളിൽ നിന്ന് എണ്ണാൻ തുടങ്ങണോ അതോ താഴത്തുനിന്നോ? മോളിൽ നിന്ന്. അത് പിന്നെ നോക്കാം, ആദ്യം ചാടാൻ നോക്ക്. അലക്സ്, എന്നെ ഇങ്ങനെ രക്ഷിച്ചല്ലോ. അല്ലെങ്കിൽ ഈ സൂപ്പർ സ്പൈ ജോലിയിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആയേനെ. പക്ഷെ നമ്മൾ ഇനിയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അവിടെ നോക്കൂ. വളരെ നന്ദിയുണ്ട്, പക്ഷെ തമാശയായിരുന്നു. ഓ നല്ല തമാശ. എന്റെ മുതുക് വേദനിക്കുന്നു. ഇനിയിപ്പോ യോഗ വല്ലതും ചെയ്യണം. ഓക്കെ ഗേൾസ്, നമുക്ക് ടെറസിനെ തോപ്പിക്കണം. അതിനുശേഷം ഡീനെ കണ്ടുപിടിക്കണം. അതിനുശേഷം ജെറീനെയും കണ്ടുപിടിക്കണം. അയാള് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഒരു പ്ലാനും ഇടാൻ പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യാ? മുമ്പുള്ള ജെറിയുടെ ശബ്ദം മാത്രമേ എന്റെ ചെവിയിൽ കേൾക്കാവൂ. അതുകൊണ്ട് സ്പൈസി ഗേൾസ്, നിങ്ങളുടെ സംസാരം കുറച്ച് കുറയ്ക്കണം. ഇനി നിങ്ങൾ പ്രവൃത്തിയിൽ ഇറങ്ങണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ വിശ്വരൂപം കാണും. നിങ്ങളുടെ കൂട്ടുകാരനല്ലേ ഡീൻ, അവന്റെ കഥ ഞാൻ കഴിക്കും. മനസ്സിലാക്കിക്കോ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. നമ്മളിട്ട പ്ലാൻ എല്ലാം വെറുതെ ആയിപ്പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. വേഗം വാ. നിക്ക്, നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? കുറച്ച് ലേറ്റ് ആയാൻ ഇത് നല്ല മാർഗം സാം. ഇവിടുത്തെ നാറ്റം സഹിക്കുന്നില്ല. ഇവിടെ വെച്ചാണോ നിനക്ക് ഐഡിയ? സോറി ഗേൾസ്, ചില സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥകൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകൂ. ആ ദുഷ്ടനെ എങ്ങനെ നേരിടണമെന്ന് ആദ്യം ആലോചിക്ക. ഒരു ഉപയോഗവും ഇല്ലാത്ത ഈ ഹോളോഗ്രാം ഗാഡ്ജറ്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ അല്ലേ? നീ പറയുന്നത് പോലെയല്ല. നമ്മൾ ഇത് ഉപയോഗിച്ച നമ്മുടെ രൂപങ്ങൾ ഉണ്ടാക്കിയാൽ ആ ദുഷ്ടൻ വിചാരിക്കാൻ നമ്മൾ ജെറി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജെറിയെ അന്വേഷിക്കാം. എന്നിട്ട് ജെറിയുടെ അടുത്ത് ഈ ടെറിയെ കുറിച്ച് പറയാം. ശരിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതൊരു പഴയ ടെക്നിക് തന്നെയാ, പക്ഷെ ഇത് ഉറപ്പായിട്ട് കേൾക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ചെയ്യാം. 3 ഹലോ പ്രതിബിംബങ്ങൾ അവന്റെ ശ്രദ്ധ തിരിപ്പിക്കും. ക്ലോവർ അലക്സ് സാം, ഇതാണ് ക്ലോവർ അലക്സ് സാം. നിങ്ങളിത് കണ്ടോ? ആ ഹോളോഗ്രാം പ്രതിമയിൽ പോലും ഞാൻ എന്ത് ഭംഗിയാ. ഞാനും നല്ല സുന്ദരിയാണല്ലോ. എന്ത് പറ്റി സാം? ഞാൻ എന്തോ വ്യത്യാസമുള്ളത് പോലെ. സാം, നീ എപ്പോ തൊട്ട് സൗന്ദര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? ഞാൻ വെറുതെ ഒരു സാധാരണക്കാരിയെ പോലെ തോന്നുന്നു. സാം, ഇത് സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയമാണോ? നമ്മൾ എങ്ങനെങ്കിലും ഇപ്പൊ ആ ടെറിനെ തടഞ്ഞേ പറ്റൂ. അതെ, അതിന് എന്റെ അടുത്ത് ഒരു നല്ല ഐഡിയ ഉണ്ട്. വരൂ പോവാം. ആ കൊടയൊന്ന് താഴേക്ക് ഇറക്ക്. അവര് സ്പൈസിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ. ഹായ്. ഓ, അവരവിടെ ഉണ്ടല്ലോ. ഓ, ഞാനങ്ങ് ടെൻഷനായി പോയി. ഇല്ല, ഇത് ശരിയാവുന്നില്ല. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്ക് ജെറി.
എന്റെ പേഴ്സ് എടുത്തോളൂ, എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്. വൗ, എന്നാ നമുക്ക് ഷോപ്പിംഗ് ചെയ്താലോ? ഗേൾസ്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഹൂപ്പിൽ ട്രെയിനിങ്ങിലല്ലേ ഇപ്പൊ ഉണ്ടായിരിക്കേണ്ടത്. ഷോപ്പിംഗ് പോകാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്തിരിക്കണോ? നിങ്ങളെ ഡിസ്മിസ് ചെയ്യും, സൂക്ഷിച്ച്. അത് നന്നായി. ഞങ്ങൾക്ക് പ്രമോഷൻ കിട്ടാന്ന് പറഞ്ഞ് എങ്ങോട്ടും അയച്ചില്ലേ? അവിടെ പോയി ഞങ്ങൾ എന്ത് പാടുപെടാന്നറിയോ? എനിക്ക് വയ്യ. അവിടെ പരിശീലനം അല്ല നടന്നത്, വേറെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അവര് ഡീനെ ഒരു മുറിക്കകത്തിട്ട് അടച്ചു വെച്ചിരിക്കുക, അതറിയോ? അതെ, ഞങ്ങള് നന്നായിട്ട് നോക്കാൻ പറഞ്ഞ ടെറസ് നിങ്ങള് പണി തീർക്കാൻ വേണ്ടി ഞങ്ങളെ പഴച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല ജെറി, നിങ്ങളെ കൊല്ലുക എന്നതാണ്. ടെറൻസോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അയാളെ മുൻപേ അറിയോ? അവനെ ഞാൻ എപ്പോഴോ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രസന്റിനെ അവൻ പാസ്റ്റ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഒരു മൈക്രോ ചിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? സാഹചര്യം വളരെ മോശമായിരിക്കുന്നു. നമുക്കിപ്പോ തന്നെ ഓഫീസിലേക്ക് പോകണം. എല്ലാരും പിടിച്ചിരുന്നല്ലോ. അല്ല, ഞാൻ കുടുങ്ങിയിരിക്കുക. ആരും ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ വൃത്തികേടായിരിക്കും. അടുത്ത ആഴ്ച അമ്മ വരുന്നുണ്ട്. ഗാഡ്ജറ്റ്സ്, ടിറ്റ്സ്, നിയോൺ. ജെറി, ഇതൊരു ചെറിയ മ്യൂസിയം തന്നെയാണല്ലോ. ജെറി, നിങ്ങളുടെ ടെക്നോളജി ഒക്കെ കലക്കി. പക്ഷെ എന്തിനാ ഒരു വയസ്സിനെ പോലെ ജീവിക്കുന്നത്? അതിശയായിരിക്കുന്നല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന മറ്റൊരു ചെറുക്കൻ ആരാ? അത് ഞങ്ങൾ ഇരട്ടകളാണ്. ഹലോ, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതായത് വേറൊരു ട്വിൻ ബ്രദർ ഉണ്ടോ നിങ്ങൾക്ക്? അതല്ല അദ്ദേഹം പറഞ്ഞത്, ട്വിൻ ബ്രദറിന്. പിന്നെന്താ നിനക്ക് സംശയം? ഓക്കേ ഗേൾസ്, ഇപ്പൊ നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ കൊന്നതായിട്ട് നിങ്ങൾ അവനോട് പോയി പറയണം. അതിൽ നിങ്ങളുടെ അഭിനയം വളരെ നന്നായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതില് കുഷ്യൻസും ഉണ്ട്. എന്താ ഇത്? വളവളന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നിരിക്കുകയാണ്. ഇവരെയൊക്കെ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പദ്ധതി ശരിക്കും ജോലി ചെയ്യുന്നുണ്ട്. അല്ല, ഞങ്ങൾ പാലത്തുനിന്ന് തള്ളിയിടുന്നത് പോലെ അഭിനയിക്കണ്ടേ? അപ്പൊ ശരിക്കും പാലത്തുനിന്ന് ചാടോ? അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടെറൻസ്, ഈ മൈക്രോ ചിപ്പ് വേണമെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ യഥാർത്ഥ മൈക്രോ ചിപ്പിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആണ് വെക്കാൻ പോകുന്നത്. ഇതാണത്. ജെറി, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമല്ല ഇത് ഗേൾസ്. ഒരു കാര്യം ഓർമ്മയിലുണ്ടാകട്ടെ, ആ മൈക്രോ ചിപ്പിൽ നിന്ന് എന്റെ ഡീറ്റെയിൽസ് എല്ലാം നീയാണ് എടുക്കേണ്ടത്. ഞാനോ? ശരി. നിങ്ങൾ ട്രെയിനിങ് സെന്ററിലേക്ക് പോകുമ്പോൾ ടെറൻസിന്റെ അടുത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചിപ്പ് കൊടുക്കണം. വീണ്ടും നമ്മൾ എങ്ങനെ കാണും? ഞാൻ തീർച്ചയായിട്ടും ട്രെയിനിങ് സെന്ററിൽ വരും. അവിടെ വന്ന് ആ ടെറൻസിനെ തോൽപ്പിച്ച് ഡീനെ രക്ഷപ്പെടുത്തണം. ഞങ്ങൾക്ക് മനസ്സിലായി. വരൂ ഗൈസ്, പോവാം. ഗാഡ്ജറ്റ്സ് ഇല്ലാതെ പോകാൻ പാടില്ല. ഫ്രിഡ്ജിൽ ഇത്രയധികം സാധനങ്ങളോ? മോളിക്യൂട്ട് തെറിക്കുന്ന സ്പ്രേ. താങ്ക് യു. അപ്പൊ എനിക്ക് ഹെയർ സ്റ്റൈൽ മാറ്റാലോ? അറിയാതെ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ മാറ്റം സംഭവിക്കും. ഇത് കണ്ടില്ലേ? ഇത് പുതിയ രീതിയിലുള്ള ഒരു ബസാർ. അതെ, ഇത് പുതിയ തരത്തിലുള്ളത്. സോളാർ സെല്ലിലുള്ള ഒരു ആന്റിന ടവർ. വാവ്, ഇത് കൊള്ളാം. ഇത് ബാഗിൽ വെക്കുന്ന മുമ്പ് ആന്റിന താഴത്തോട്ടാക്കണം. പിന്നെ എനിക്ക് ഒരു ലേസർ ടൈഗൺ, പിന്നെ എക്സ് പൗഡർ. ഞാൻ എപ്പോഴും വീട്ടിലൊരു സ്പെയർ വെക്കാറുണ്ട്. ഇതാ കണ്ടുള്ളൂ ഞാൻ എങ്ങനെ മാറാൻ പോകുന്നെന്ന്. നിങ്ങൾ എല്ലാവരും നോക്കിക്കോളൂ. വാവ്, ശരിക്കും ഒരു മര കഷ്ണം പോലെ ഉണ്ട്. ശരി, ടെറൻസിന് ഈ കാര്യം മനസ്സിലാവുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. അവരെന്നെ പറ്റിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പറ്റിക്കാനാണോ നോക്കുന്നത്? നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് ഡീനെ കൊന്നാൽ മാത്രമേ നിങ്ങൾ നന്നാവുള്ളൂ. നമുക്കത് ചെയ്യാം. അതെ, ഇത്തവണ നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. ഗുഡ് ബൈ സ്പൈസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇറ്റ്സ് ടൈം ഫോർ റിയൽ സ്പൈസ്. വരൂ, നമ്മുടെ ജോലി തുടങ്ങാം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. രാവിലെ നടക്കാൻ എന്ത് മനോഹരമായിരിക്കുന്നു അല്ലേ?
ഞാൻ പൊള്ളയായ കാക്കപ്പുള്ളി കണ്ടിട്ടുണ്ട്. ഇതെന്താ പൊള്ളയായ ബർത്ത് മാർക്ക്? അലക്സ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കൊരു വലിയ ആപത്ത് വന്നിരിക്കയാ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്നോട് ക്ഷമിക്കണം ജെറി, ഇതല്ലാത്ത വേറെ മാർഗമില്ല. ഞാൻ ഈ മൈക്രോചിപ്പ് എടുത്തോണ്ട് പോവാ. നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്തേക്കും എത്തിച്ചേക്കാം. അലക്സ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനിത് ചെയ്യരുതെന്നാ ഓർത്തത്, പക്ഷെ ഇതല്ലാത്ത വേറെ മാർഗമില്ല. അപ്പൊ എന്നെ കൊണ്ട് കഴിയും. ഇത്ര വയസ്സായിട്ടും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ നേരിടാൻ ഇതൊന്നും തികയില്ല. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ. എന്നോട് ക്ഷമിക്കണം, പക്ഷെ സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ പറയുന്നത് വരെ കഴിയില്ല. ഓക്കേ, ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇട്ടാല് തലയിൽ വേർക്കോ? വേർക്കല്ലേ പ്ലീസ്. അത് എന്റെ ബൈക്കാണ്. ഈ TV പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട്. എന്നെ പിടിക്കാൻ പറ്റില്ല. ഇതിലോ നിങ്ങൾ തല പൊട്ടിത്തെറിക്കാൻ പോവാ. ഇതിന് താഴത്തേക്ക് ചാടണം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഓ, പിന്നാലെ വരുന്നുണ്ടല്ലോ. സോറി, നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല ജെറി. മര്യാദക്ക് ഈ ഷിപ്പിൽ തന്നെ കയറിക്കോളൂ. നിന്നെ വിശ്വസിച്ച് ഞാൻ വരില്ല. എന്താ നിനക്ക് ഇത്രയ്ക്ക് സന്തോഷം? ഇതുവരെ ചെറിയ കൊന്നില്ലേ? എനിക്ക് ദേഷ്യം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? അവനെ വെറുതെ വിടാൻ പാടില്ല സ്പൈസ്. അതിനുവേണ്ടിയല്ലേ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത്. എന്റെ ഹെയർ സ്റ്റൈൽ മൊത്തം ചീത്തയായി. ജെറി എവിടെയാ? അതാ അവിടെയുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കേണ്ടതുണ്ട്. വേണ്ട, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഇതും അദ്ദേഹത്തിന്റെ പ്ലാൻ ആണോ? അല്ലാന്നാ തോന്നുന്നു. ഞാൻ കുറച്ചും കൂടി അടുത്ത് പോകട്ടെ. ചെറി ഇവിടെ ഒന്നും കാണുന്നില്ല. അദ്ദേഹം പോയെന്നാ തോന്നുന്നു. എന്താ ചെയ്യാ? ഏജന്റ്സ്, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. എന്റെ വളരെ നാളുകളായുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് തീർന്നത്. നിങ്ങളാണ് അതിന് കാരണക്കാർ. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ട്രെയിനിങ് ക്യാമ്പിൽ വീണ്ടും കണ്ടോളാം. വരുമ്പോൾ ആ മൈക്രോ ചിപ്പ് കൊണ്ടുവരണം. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് യൂസ് ചെയ്തില്ല? എപ്പോഴും ചെറി നമ്മളെ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കും. ഇനിയിപ്പോ ആരങ്ങനെ നമ്മളെ ചെയ്യിപ്പിക്കുന്നത്? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടെന്ന് പറ. ജെറി നമ്മൾ എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചത് അത് നമുക്ക് ചെയ്തു തീർക്കണം. ശരിയാ നീ പറഞ്ഞത് സാം. ഡീൻ ഇപ്പോഴും അയാളുടെ കയ്യില. ടെറൻസ് ഇതുവരെ നന്നായിട്ടില്ല. പ്രതികാരം ചോദിക്കുന്നത് അവന് ഇഷ്ടമുള്ള വിനോദമാണ്. അതല്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. യെസ്, ടെറൻസിന് ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞു.
ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ എന്താണ്? ടെറൻസിനെ തോപ്പിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഡീനിനെ പുറത്തേക്ക് എടുക്കണം. അവന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെറൻസിനെ തോപ്പിക്കാനാവുകയുള്ളൂ. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അകത്തേക്ക് കടക്കാൻ ഏതെങ്കിലും മാർഗം വേണമല്ലോ. ഗേൾസ്, ദേ ഇവിടെ ഒരു വഴിയുണ്ട്. എന്ത്? ഈ വഴിയിൽ കൂടെ അകത്ത് പോണോ? നീ ഇന്ന് കളിക്കാ? ഒരു ട്രക്കിൽ പോയില്ലേ, അതിനേക്കാളും കൊള്ളായത്. അത് ശരിയാ. ശരി, വരും. ഈ സോളർ നമുക്ക് വഴി കാണിച്ചു തരും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ആ ട്രക്കിനേക്കാളും വളരെ മോശമായ സ്ഥലം ഇതാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ അറിയാൻ പറ്റുക? നമ്മൾ അന്വേഷിക്കുന്നത് വേറെ എന്തോ ഒന്നാണ്. ഇതുപോലെ എന്താ ഇവിടെ നിൽക്കുന്നത്? ഡീനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അത് ഞാൻ എപ്പോഴേ തുടങ്ങി. അവിടെ കണ്ടില്ലേ ഡീൻ? ഓ പാവം, ഇവൻ ഇങ്ങനെ ഒരു സ്ഥിതി വരണ്ടായിരുന്നു. എന്ത് സുന്ദരനായിരുന്നു ഇവൻ, അല്ലേ? വരൂ ഗേൾസ്, നമുക്ക് എങ്ങനെയെങ്കിലും ഡീനെ രക്ഷപ്പെടുത്തണം. നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെന്നാൽ അത് കൂടുതൽ ഇറുകയേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലെന്നേ. എന്റെ ഈ സ്പ്രേ കൊണ്ട് എന്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയില്ലെങ്കിലും ഇത് ഭയങ്കര ശക്തിയുള്ളതാണ്. ഇത് പ്രവർത്തിക്കുന്നില്ല. ഓ, ഹെയർ സ്പ്രേ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലാന്ന് ജെറിക്ക് അറിഞ്ഞൂടെ? ഈ സ്പ്രേ അതിന്റെ അകത്തേക്ക് കടക്കാൻ ഏതെങ്കിലും മാർഗം ഉണ്ടാവണം. അതെ, പക്ഷെ അത് വളരെ അപകടം പിടിച്ചതായിരിക്കും. സംരക്ഷണമാണ് ആദ്യം വേണ്ടത്, പിന്നെയാണ് ബാക്കിയെല്ലാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിന്റെ ആലോചനയൊക്കെ കൊള്ളാം, പക്ഷെ അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം. ഡീൻ, ഡീൻ എഴുന്നേക്ക്. ഞാൻ ക്ലോവർ വന്നിരിക്കാ. ഇതൊരു പാവയാണ്. ക്ലോവർ, ഇതൊക്കെ ചെയ്യാൻ ഇപ്പൊ സമയമില്ല. നോക്കി, ഡീൻ ഒരു പാവയായിട്ട് മാറി. ശരിക്കുള്ള ഒരു പാവ. ജീവനുള്ള ഡീനിന് എന്താ സംഭവിച്ചേ? എന്നോടാണോ ചോദിക്കുന്നത്? വീണ്ടും നമ്മൾ കണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും പിന്നെ സംസാരിക്കാം. ഇതിനെയാണ് തേടി ചെന്ന് പ്രശ്നത്തിൽ അകപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുഖം നിങ്ങൾ തന്നെ ഒരു പ്രാവശ്യം കണ്ടോളൂ. മനോഹരമായിരിക്കുന്നു. മനോഹരമായിട്ടോ? ഇതൊക്കെ ശരിയല്ല. ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതെ, ഡീൻ തീർച്ചയായും ഞങ്ങളെ രക്ഷിക്കും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? സാറ് പറഞ്ഞത് ശരിയാ, എനിക്ക് അത്രയ്ക്കൊന്നും ധൈര്യം. നല്ല തീരുമാനമാണ് നീ എടുത്തിരിക്കുന്നത്. കൊള്ളാം. ഡീൻ ഒരു ഡബിൾ ഏജന്റ് എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞതേയില്ല. ഒരിക്കലും സാധിക്കില്ല. തീർച്ചയായിട്ടും സംഭവിക്കില്ല. ഇല്ല, അത് തീർച്ചയായും സംഭവിക്കും. ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നത് നല്ലവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. നീ ഒരു നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത്രയ്ക്ക് മോശമായ ഒരുത്തനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നോട് നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഈ സ്പൈസ് പ്രോജക്റ്റ് നശിപ്പിക്കാൻ വേണ്ടി അവൻ എന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഈ ചിപ്പാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് സഹായകമായിരിക്കുക. അത് ശരിയാ. നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് എന്താണെന്നോ അതിന്റെ ഭവിഷ്യത്തുകൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കിക്കോളും. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. പിന്നെന്തിന് പിന്നിൽ നിന്ന് കുത്തുന്ന ജെറിയുടെ കൂടെ നിങ്ങൾ ഇത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നത്? ജെറിയെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചുകൂടായിരുന്നു. നിർത്ത്. നിങ്ങളുടെ ജെറിക്ക് എന്ത് സംഭവിച്ചിരിക്കണമോ അതാണ് സംഭവിച്ചത്. എനിക്കൊരു വിഷമം മാത്രമേ ബാക്കിയുള്ളൂ, അത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. എന്റെ മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പോലെ സാമർത്ഥ്യമുള്ള ഏജന്റുകളെ കൊല്ലാൻ പോകുന്നല്ലോ, അതോർത്താണ്. ഒരേ ദിവസത്തിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യാ. ഞങ്ങൾ കൊല്ലുന്നത് മാറ്റിവെച്ചൂടെ? നിങ്ങളെ പോലെ സാമർത്ഥ്യമുള്ള സ്പൈസിനെ കൊല്ലുന്നത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്, അതെനിക്കറിയാം. പ്രത്യേകിച്ച് നിന്നെ ശ്യാം. സത്യാണോ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സാം, ഒന്ന് നിർത്ത്. മനോഹരമായ ചുമന്ന മുടിയോട് കൂടിയ നീ സാധാരണ ഒരു പെണ്ണല്ലല്ലോ. താങ്ക്സ്. അത് പിന്നെ പക്ഷേ ഞാൻ എന്താണ് നിനക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടു കഴിഞ്ഞാ പിന്നെ എനിക്കൊരിക്കലും നീ താങ്ക്സ് പറയില്ല. വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. ഈ മുറിക്കകത്ത് വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. എന്താ ഇത്? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആവോ? എല്ലാം അവസാനിച്ചോ? നിങ്ങൾ പേടിക്കണ്ട. സോറി ഗേൾസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും, പക്ഷെ നിങ്ങളുടെ അവസാനം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. ഞാൻ പറയേണ്ടതല്ലേ ഇവൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഹാപ്പി ലാൻഡിങ്സ്. അൺഹാപ്പി ലാൻഡിങ്സോ? അതിനർത്ഥം എന്താ? ഇതിന്റെ അവസാനം എന്താ സംഭവിക്കുന്ന അറിയില്ല. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവില്ല.
അയ്യോ ആദ്യം ജെറി പോയി, ഇപ്പൊ അതിനെക്കാട്ടിലും മോശമായിട്ട് നമ്മളും പോകുന്നു. എന്താ ഇത് വളരെ അപകടം പിടിച്ച സ്ഥലമാണല്ലോ. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമ്മുടെ ജീവൻ പോകാനുള്ള സമയം അടുത്തെന്നാ തോന്നുന്നത്.